ഹായ് ഓൾ, വെൽക്കം ടു എയ്സാപ്പ്. HSC എക്സാം കഴിഞ്ഞ് നമ്മൾ അല്പം റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയാണല്ലേ. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് നമ്മളിൽ പലരെയും അലട്ടുന്നത്. നിനക്ക് BEdും PGയും ഒക്കെ ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്ന ചോദ്യവും നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഒരു അധ്യാപന ജോലി സ്വപ്നം കാണുന്ന നമ്മൾ ഇനി അവസരങ്ങൾ ഒരുപാട് മുന്നിലുണ്ട്. കേരള PSC ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന HSST എക്സാമുകളാണ് വരും വർഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. അതിനായി നമ്മൾ അതിൻ്റെ സിലബസ്, ക്വാളിഫിക്കേഷൻസ്, മെറ്റീരിയൽസ് എന്നിവയെക്കുറിച്ച് വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ HSST കെമിസ്ട്രിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. MSc കെമിസ്ട്രി, BEd, സെറ്റ്, നെറ്റ് അല്ലെങ്കിൽ MPhil, PhD എന്നിവയൊക്കെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ തെറ്റ് വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സെറ്റ് തന്നെയാണ് മിനിമം ക്വാളിഫിക്കേഷന്. സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ഇപ്പോൾ സെറ്റിന് നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ സെറ്റ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു ലാസ്റ്റ് ചാൻസായി കണ്ട് നമ്മളത് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. MSc ഇൻ കെമിസ്ട്രി അല്ലേ, കെമിസ്ട്രിയുടെ അതിനുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇനി BEd, പിന്നെ എലിജിബിലിറ്റി ടെസ്റ്റുകളായ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ MPhil, PhD ഇതൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇപ്പോഴത്തെ ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സെറ്റ് തന്നെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. മിനിമം സെറ്റ് ക്വാളിഫിക്കേഷനും BEdും MScയുമുള്ള ആർക്കും HSST എക്സാം എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ HSST കെമിസ്ട്രി എക്സാം ആയതുകൊണ്ട് MSc ഇൻ കെമിസ്ട്രിയാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മൾ മേൽപ്പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരും മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന HSST കെമിസ്ട്രി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനു മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 2021 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം 2023 കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2024 പബ്ലിഷ് ചെയ്തു. അതിൻ്റെ കട്ട് ഓഫ് 35.6 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷമാകുമ്പോഴേക്കും ലാസ്റ്റ് അഡ്വൈസ് 65 നമ്പേഴ്സ് എണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷമാകുമ്പോഴേക്കും 65 അഡ്വൈസ് പോകുമ്പോൾ ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ നിന്നും നമുക്ക് നല്ലൊരു മാർക്കിലെത്തിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിയമനം പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമുകളുടെ കട്ട് ഓഫ് വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആവറേജ് കട്ട് ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നത് 30 to 40 ഒരു ഇടയിലായിട്ടാണ്. 35.67 അത് നമ്മുടെ HSC എക്സാമുകളുടെയോ ജനറൽ PSC എക്സാമുകളെയോ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു കട്ട് ഓഫാണ്. അതിനാൽ തന്നെ നമുക്കറിയാം സിലബസിൽ 2 പാർട്ട് ഉണ്ടാകും. ആ 2 പാർട്ടിൽ നിന്നും അത്യാവശ്യം ഒരു സ്കോർ ലഭിച്ചാൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താവുന്നതാണ്. ഇതിനായിട്ട് നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒരു സിലബസ് അനാലിസിസ് നമുക്ക് നോക്കാം. പാർട്ട് 1 കോർ സബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ കെമിസ്ട്രി. അത് ഏകദേശം 70 മാർക്കിനാണ് നമുക്ക് കോർ സബ്ജക്റ്റിൽ നിന്നും സ്കോർ ചെയ്യാനുള്ളത്. ഇനി പാർട്ട് 2 ആണെങ്കിൽ അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഒരു 10 മാർക്കിന്. ഇനി പാർട്ട് 3യിൽ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയറും. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ നമ്മൾ ജനറൽ PSCക്ക് പഠിക്കുന്ന സെയിം ടോപ്പിക്സ് തന്നെ. അതിന് 10 മാർക്സ് ആണ്. പിന്നെ GK, റിനൈസൻസ്, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടെ 10 മാർക്സിന്. അപ്പോൾ പാർട്ട് 1ൽ നിന്നും പാർട്ട് 2ൽ നിന്നും ഏകദേശം നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സിലബസിൻ്റെ കോർ ഏരിയകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിലെത്താവുന്നതാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയ, ഇങ്ങനെ 4 ഏരിയകളാണ് നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. അതിൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ തന്നെ 3 മൊഡ്യൂളുകളായിട്ടാണ് നൽകിയിട്ടുള്ളത്. ടോട്ടലി 24 മാർക്സിനാണ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ
അതിൽ 8 മാർക്സിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ജനറലായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പഠിക്കുന്ന സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ്, കെമിക്കൽ പീരിയോഡിസിറ്റി, പിന്നെ ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ്, നമ്മുടെ ഡി ബ്ലോക്ക്, പി ബ്ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ. അതിനുശേഷം 8 മാർക്കിനുള്ള സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ നമ്മുടെ ഓർഗാനോ മെറ്റാലിക്സ് ആൻഡ് കോർഡിനേഷൻ കെമിസ്ട്രി എന്നിട്ടുള്ളൊരു ലാർജ് ഏരിയ, അതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ തിയറികളും എല്ലാം ഉണ്ട് അതിൽ, ക്ലസ്റ്റേഴ്സ്, തിയറികൾ എല്ലാം. ഇനി മൊഡ്യൂൾ 3 വീണ്ടും 8 മാർക്സിനാണ് നമ്മുടെ ന്യൂക്ലിയർ കെമിസ്ട്രി, അതുപോലെ സോളിഡ് സ്റ്റേറ്റ് തുടങ്ങിയ കോർ ഏരിയാസ് വരുന്നതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ 3ാമത്തെ മൊഡ്യൂൾ. അതിനുശേഷം 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ആദ്യത്തെ 8 മാർക്സിന് വരുന്നത് നമ്മുടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നെയിമിങ്, അത് വ്യത്യസ്ത തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങും കാര്യങ്ങൾ, ഐസോമെറിസം, ദെൻ സ്റ്റീരിയോ കെമിസ്ട്രി, അങ്ങനെയൊക്കെയാണ് SN2, SN1 റിയാക്ഷൻസ്. ഇവയൊക്കെയാണ് 4ാമത്തെ മൊഡ്യൂൾ അഥവാ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അതിനുശേഷം മൊഡ്യൂൾ 5 ഓർഗാനിക് കെമിസ്ട്രിയുടെ സെക്കൻഡ് മൊഡ്യൂളിൽ 8 മാർക്സിന് നമുക്കുള്ളത് നമ്മുടെ നെയിം റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. നെയിം റിയാക്ഷൻസ്, അതുപോലെ ഒരുപാട് റിയേജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിയാക്ഷൻസ് കാര്യങ്ങൾ ഒക്കെയാണ്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ മൊഡ്യൂൾ 3 അഥവാ മൊഡ്യൂൾ 6 നമ്മുടെ അരോമാറ്റിസിറ്റി, അതുപോലെ പോളിമേഴ്സ്, സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് എന്നിവയാണ് ഈ മൊഡ്യൂളിലുള്ളത്. അതിനുശേഷം ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഗേഷ്യസ് സ്റ്റേറ്റ്, അതുപോലെ സോളിഡ് സ്റ്റേറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, തെർമോഡൈനാമിക്സ്, അതന്നെ സ്റ്റാറ്റിസ്റ്റിക്കലും തെർമോഡൈനാമിക്സ്. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയുടെ സെക്കൻഡ് മൊഡ്യൂളിൽ 5 മാർക്സിനാണ് സർഫസ് കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, കറ്റാലിസിസ് തുടങ്ങിയ ഭാഗങ്ങൾ വരുന്നത്. ഇനി മൊഡ്യൂൾ 9 അഥവാ ഫിസിക്കൽ കെമിസ്ട്രിയുടെ 5 മാർക്സിന് നമുക്കുള്ളത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഏരിയ തന്നെയാണ് ഈ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഈ മൊഡ്യൂൾ മൊത്തം നമുക്ക് കൊടുത്തിട്ടുള്ളത്. സ്പെക്ട്രോസ്കോപ്പിയും വരുന്നുണ്ട്. ഇനി ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയയിൽ 7 മാർക്സിനുള്ളത് നമ്മുടെ അനാലിറ്റിക്കൽ, എൻവിയോൺമെൻറ്റൽ, മെറ്റീരിയൽ ആൻഡ് സുപ്രാമോളിക്കുലർ കെമിസ്ട്രിയുടെ ഒരു ഏരിയയാണ് ഈ മൊഡ്യൂളിലുള്ളത്. സിലബസിൻ്റെ പാർട്ട് 2 വരുന്നത് അത്യാവശ്യം നമുക്ക് ഈസി എന്ന് വിചാരിക്കുന്ന കുറച്ച് ഏരിയകളാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അമെൻമെൻറ്റ്സ്, പിന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, കറൻ്റ്ലി നമുക്ക് നടത്തിക്കൊണ്ടുവരുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ റിനയസൻസ്, GK, കറണ്ട് അഫെയർ, ഇത്രയും ഏരിയകളൊക്കെയാണ് നമുക്ക് പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു വാസ്റ്റ് ഏരിയ കവർ ചെയ്യാൻ നമുക്ക് ഒത്തിരി സമയം ആവശ്യമാണ്. പക്ഷേ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ഒരു ഏരിയ കവർ ചെയ്യാൻ നമ്മൾ ഒരു ചിട്ടയായ ടൈം ടേബിളും അതുപോലെ നല്ലൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടി നമ്മളൊരു ചിട്ടയായ പഠനക്രമം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ പറ്റാവുന്നതാണ്. ASAPൽ നിങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടി തന്നെ PDF മെറ്റീരിയലുകൾ, ലൈവ് സെഷനുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിയതല്ല. എന്നാൽ ചിട്ടയായൊരു പഠനക്രമവും ഒരു ഗൈഡൻസും ഉണ്ടെങ്കിൽ നമുക്കത് എക്സാമിന് മുന്നേ കവർ ചെയ്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ASAPൽ നിങ്ങൾക്കായി ഗൈഡൻസോട് കൂടി തന്നെ PDF മെറ്റീരിയലുകൾ, റെക്കോർഡഡ് സെഷൻസ്, ലൈവ് സെഷൻസ് തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HSST ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ACEനൊപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് തന്നെ HSST ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു.